വെൽക്കം ടു എഡ്യൂപോർട്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് 5 മക്കൾ എല്ലാവരും നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസ്സേ വരിക, എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക, എങ്ങനെയാണ് ഞങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി 6ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ കുറെ ആളുകളൊക്കെ നല്ല ടെൻഷൻ അടിച്ച് പേടിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ കുറെ ആളുകൾ ഇങ്ങനെ പേടിയും ടെൻഷനും ഒന്നും ഇല്ലാതെ ഫുൾ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നവരും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിക്കോളൂ, ചിത്രം തന്നിട്ട് അല്ലെ, ചിത്ര കഹാനിക്ക് ആധാർ പർ എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, പെഹച്ചാനെ ഓർ ലിഖേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യമുള്ളത്. 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ എന്തുണ്ടായിരിക്കും, ആൻസേഴ്സും അതുപോലെ തന്നെ ഉണ്ടാവും. ആ ആൻസറുകൾ തെരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ള മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സിമ്പിൾ ആണ്. ആൻസർ കണ്ടുപിടിക്കുന്നു, എഴുതുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, 3 ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ താഴെ ഇതാ 3 കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതാ 1, 2, 3. മിസ് ഇതാ ചിത്രങ്ങൾക്ക് നമ്പർ ഇടുന്നു, 1, 2, 3. അപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ താഴെ ഈ 3 ചിത്രത്തിലും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചിത്രത്തിന്റെയും ഡിസ്ക്രിപ്ഷൻ, ഓരോ ചിത്രത്തിന്റെയും വിവരണം ഏതാണ് എന്നുള്ളത് തെരഞ്ഞെടുക്കുക, എഴുതാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഘർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹേ, കൂടിനുള്ളിൽ പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട്. ഏത് ചിത്രത്തിലാണ് കൂടിനുള്ളിൽ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ ഉള്ളത്? ഏത് ചിത്രത്തിലാ? 1ാമത്തെ ചിത്രത്തിലാണോ, 2ാമത്തെ ചിത്രത്തിലാണോ, അല്ലെങ്കിൽ 3ാമത്തെ ചിത്രത്തിലാണോ? നോക്കിക്കോളൂ, യെസ്, നമ്മുടെ 2ാമത്തെ ചിത്രത്തിലാണ് അല്ലെ പക്ഷി കുഞ്ഞുങ്ങളുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, ചിടിയ തിൻകോ സെ ഘർ ബനാത്തി ഹെ, പക്ഷി തിൻകോ സെ, പുൽ തകിടികൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, പുല്ലിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഘർ ബനാത്തി ഹെ, വീടുണ്ടാക്കുന്നു. ഏത് ചിത്രത്തിലാണ്? ഏത് ചിത്രത്തിലാണ്? 1ാമത്തെ ചിത്രത്തിലാണോ അല്ലെങ്കിൽ 3ാമത്തെ ചിത്രത്തിലാണോ? വേഗം ഒന്ന് പറഞ്ഞേ. യെസ്, ദാ ചിത്രം നോക്കിയാൽ മനസ്സിലാവും അല്ലെ. 1ാമത്തെ ചിത്രത്തിലാണ് പക്ഷികള് പുൽ തകിടികൾ ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ചെടിയാക്കി ബച്ചെ ഉഡ് ജാത്തേ ഹേ, പക്ഷിയുടെ കുഞ്ഞുങ്ങള് പറന്നു പോകുന്നുണ്ട്. ഏത് ചിത്രത്തിലാണ് മക്കളെ? യെസ്, ദാ 3ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതുന്ന സമയത്ത് 1 എന്ന് നമ്പർ ഇട്ടിട്ട് ഈ സെന്റൻസ് ഇതുപോലെ എഴുതുക, 2 എന്ന് നമ്പർ ഇടുന്നു, ഈ സെന്റൻസ് എഴുതുന്നു, ആൻഡ് 3 എന്ന് നമ്പർ ഇട്ട് ഈ ഒരു സെന്റൻസ് എഴുതുന്നു. ക്ലിയർ ആണല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ഒന്നും കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ബുദ്ധിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലുള്ള ആ ഒരു സെന്റൻസുകളെ അറേഞ്ച് ചെയ്യുക, ചിത്രം നോക്കുക, എഴുതുക. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? ഇതേപോലെയുള്ള ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. നീച്ചേക്ക് ചിത്രക്ക് നീച്ചെ ഉചിത വാക്യ ജോഡെ, ചിത്രത്തിന് താഴെ ഉചിതമായുള്ള വാക്യങ്ങൾ തെരഞ്ഞെടുത്തെഴുതുക. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ഘർ കെ സാമനെ എക് ബിലൗട്ടാ ഹെ, ഏത് ചിത്രത്തിലാണ് വീടിന് മുന്നിലായി ഒരു പൂച്ച കുഞ്ഞുള്ളത്? 1ാമത്തെ ചിത്രത്തിലാണോ, 2ാമത്തെ ചിത്രത്തിലാണോ, അല്ലെങ്കിൽ 3ാമത്തെ ചിത്രത്തിലാണോ? ഏത് ചിത്രത്തിലാണ് ഉള്ളത്? പറഞ്ഞോളൂ, ഏത് ചിത്രത്തിലാണുള്ളത്? 2ാമത്തെ ചിത്രത്തിലാണ് അല്ലെ ഉള്ളത്. 2ാമത്തെ ചിത്രത്തിലാണ്. ഓക്കെ, അപ്പൊ ദാ അവിടെ നോക്കാം, ഘർ കെ സാമനെ ഏക ബിലൗട്ടാ ഹെ. ക്ലിയർ ആണോ? റെഡി ആണോ? യെസ്, ഇനി നോക്കിക്കോളൂ, പേട് കെ നീച്ചെ എക് ലഡ്കാ ഹെ, മരത്തിന് താഴെ ഒരു ആൺകുട്ടിയുണ്ട്. ഏത് ചിത്രത്തിലാണ് മരത്തിന് താഴെ ആൺകുട്ടിയുള്ളത്? ഏത് ചിത്രത്തിലാണ്? ഇതാ നമ്മുടെ 2ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. 3ാമത്തെ ചിത്രത്തിലാണ്. പേട് കെ നീച്ചെ എക് ലഡ്കാ ഹെ, ഒരു ആൺകുട്ടിയുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ഇനി നോക്കിക്കോളൂ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, താലാബ് കെ കിനാരെ എക് ജൽ മുർഗി ഹെ, കുളത്തിനടുത്തായിട്ട് ഒരു കുളക്കോഴിയുണ്ട്. ഏത് ചിത്രത്തിലാണ്? നമ്മുടെ 3ാമത്തെ അല്ലെ, നമ്മുടെ 1ാമത്തെ ചിത്രത്തിലാണ്. നോക്കൂ, താലാബ് കെ കിനാരെ എക്
ജൽ മുർഗി ഹെ അല്ലെ, താലാബിനടുത്ത് അല്ലെ, താലാബ് അതായത് കുളത്തിനരികിലായിട്ട് ഒരു കുളക്കോഴി ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതുപോലെയുള്ള ചിത്രങ്ങൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. പണ്ടത്തെ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമുക്ക് ഇല്ലല്ലോ, പക്ഷെ കാര്യമില്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കഴിഞ്ഞതിന്റെ മുന്നത്തെ പാറ്റേണിലൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ചിത്ര കഹാനി തന്നിട്ട്, അതായത് ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻസും ഉണ്ടാവും. അതൊന്ന് തെരഞ്ഞെടുക്കുക, എഴുതുക എന്നുള്ളത് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നോക്കിക്കോളൂ, ഈ നമ്പർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്ക് എല്ലാവർക്കും 1 to 10 വരെയെങ്കിലും എഴുതാനും എണ്ണാനും ഒക്കെ പഠിച്ചു വെക്കണം. നിങ്ങൾ 5ാം ക്ലാസ്സിൽ എത്തി, അപ്പോൾ 1 to 10 വരെയെങ്കിലും നിങ്ങൾ ഹിന്ദിയിൽ പഠിക്കുക കേട്ടോ. 1 2 3 4 5 6 7 8 9 10 എന്നുള്ളത്. അപ്പം പാട്ടിലൂടെ വേണമെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 13 വരെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഒരു പാട്ട് വേഗം ഒന്ന് പഠിച്ചു വെക്കുക, ആൻഡ് നന്നായിട്ട് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കുരങ്ങന്റെ ചിത്രമുണ്ട്, 2 ആമയുടെ ചിത്രമുണ്ട്, 3 കൊക്കിന്റെ ചിത്രമുണ്ട്, 4 മീനുകളുണ്ട്, ആൻഡ് 5 പൂക്കളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ എണ്ണം തന്നിട്ടുണ്ട്, അക്കത്തിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്നതാ എല്ലാം നമ്മൾ കാണാതെ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഡിക്റ്റേഷൻ ഒക്കെ പഠിക്കുന്ന പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഓപ്ഷൻ ആയിട്ട് ബ്രാക്കറ്റിലും ബോക്സിലൊക്കെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 3 4 5 എന്നുള്ളതൊന്ന് എടുത്ത് എഴുതുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് 2-ന് ദോ എന്നാണ് പറയുന്നത്, 3-ന് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ തീൻ എന്നാണ് പറയുന്നത്, 4-ന് നമ്മൾ എന്താ പറയുന്നത്, 4-ന് നമ്മൾ 4 എന്നാണ് പറയുന്നത്, 5 അതായത് 5-ന് നമ്മൾ 5 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ 5 വരെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് 10 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ഈ ഒരു ചിത്രം കൂടെ നോക്കൂ. ഇവിടെ പക്ഷികളുണ്ട് അല്ലെ, 6 പക്ഷികളുണ്ട്, 7 മാങ്ങയുണ്ട്, 8 മീനുകളുണ്ട്, 9 പൂക്കളുണ്ട്, 10 പൂമ്പാറ്റകളുണ്ട്. ഓക്കെ, ഇതിൽ 6 7 8 9 10 എന്നുള്ള അക്കങ്ങൾ നിങ്ങളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബോക്സിൽ അടിപൊളിയായിട്ട് തന്നിട്ടുമുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ച എന്ന് പറഞ്ഞ 6 ആണെന്ന് കൊടുത്തിട്ടുണ്ട്, 7-ന് നമ്മൾ 7 എന്നാണ് പറയുന്നത്, 8-ന് നമ്മൾ 8 എന്നാണ് പറയുന്നത്, 9-ന് നമ്മൾ 9 എന്നാണ് പറയുന്നത്, 10-ന് നമ്മൾ 10 എന്നാണ് പറയുന്നത്. അപ്പൊ 1 to 10 എല്ലാവരും എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ആൻസർ ഷീറ്റിൽ ചിലപ്പോൾ ഇതുപോലെ 2 പൂവ് 10 പൂക്കൾ ഒക്കെ തന്നിട്ട് നിങ്ങളോട് അക്കങ്ങള് നിങ്ങളോട് ഹിന്ദിയിൽ എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ 10 വരെയുള്ള സംഖ്യകൾ ഇതിപ്പോ ഓർഡറിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ഉണ്ട്. പക്ഷെ ഓർഡറിലല്ലാതെ ചിലപ്പോൾ 5 ചിലപ്പോൾ 8 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ വാക്കുകളും ഓരോ അക്കങ്ങളും എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാന്നുള്ളത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിച്ചിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പൊ എക്സാമിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറെ വീഡിയോസും ലൈവും കാര്യങ്ങളൊക്കെ ഡെയിലി വരുന്നുണ്ട്. അപ്പൊ അതൊന്നും എല്ലാവരും ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു so much. Bye bye.